മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ അഥവാ VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. രാജ്യത്താകമാനം വ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോഴാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ ബിൽ നിയമമായത്. മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുന്നതിലും ബില്ലിലെ വിവിധ വ്യവസ്ഥകളിലും വലിയ വിമർശനമാണ് പ്രതിപക്ഷമുയർത്തിയത്. പാർലമെന്റിന് പിന്നാലെ രാജ്യത്തെ ഗ്രാമങ്ങളിലും ജനങ്ങളുടെ രോഷം അണപൊട്ടി. എന്നാൽ അവയൊന്നും BJP സർക്കാർ മുഖവിലക്കെടുത്തില്ല. 125 തൊഴിൽ ദിനങ്ങളാണ് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടാകുക. ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കണം. പുതിയ ബില്ലിലൂടെ പഞ്ചായത്തുകൾ, ഗ്രാമസഭകൾ ഉൾപ്പെടെയുള്ളവയുടെ അധികാരങ്ങൾ കുറയും. കൂടുതൽ നിയന്ത്രണങ്ങൾ കേന്ദ്രത്തിന് വരും. പദ്ധതിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഖച്ഛായ തന്നെ മോദി സർക്കാർ മാറ്റി. ഗ്രാമീണരെയും തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയുമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത്. 1948 മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിച്ചവർ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിനെയും മായ്ച്ചു കളയാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതിസമ്പന്നരുടെ വരുമാനം കൂടുതൽ ഉയർത്താൻ കഷ്ടപ്പെടുന്ന മോദിക്കും BJP സർക്കാരിനും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതം ഒരു വിഷയമല്ലായിരിക്കാം. ഗ്രാമീണ ഇന്ത്യയുടെ ജീവനാഡിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അത് അട്ടിമറിക്കാനുള്ള നീക്കം രാജ്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തിന്റെ ആണവോർജ്ജ മേഖല വിദേശ ആഭ്യന്തര കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന ശാന്തി ബില്ലും ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബില്ലും ഇതിന്റെ ഇടയിലൂടെ കേന്ദ്രം പാസാക്കിയെടുത്തിട്ടുണ്ട്. BJP ഭരണം രാജ്യത്തെ ശിഥിലമാക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തുകൊണ്ടുള്ള ഈ നീക്കം.